ഇസ്ലാം മതത്തിന് മുമ്പ് മക്കയിലെ പ്രധാനപ്പെട്ട ദേവനായിരുന്നു ഹുബൽ. അവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹുബൽ എന്ന ദേവൻ, അദ്ദേഹത്തിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹുബൽ പ്രധാന ദേവനായതും എങ്ങനെയാണ് ഹുബൽ ഖുറൈശികളുടെ പ്രധാന ദേവനായി മാറിയതും ആചാരങ്ങളും ഒക്കെ വിശദമായി തന്നെ നോക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മണൽക്കുന്നുകൾ നിശബ്ദമായി കാറ്റിൽ പാറുന്ന ഒരു അറേബ്യൻ രാത്രി. ഇരുണ്ട ആകാശത്ത് നക്ഷത്രങ്ങൾ മാത്രം. അവിടെ ഒരു മനുഷ്യൻ പോലും മറന്നുപോയ കഥ പിറന്നുകൊണ്ടിരിക്കുന്നു. ഹുബൽ എന്നു പേരുള്ള വീണുപോയ ഒരു ദേവന്റെ കഥ. ഇനി 2000 വർഷം പിന്നോട്ട് പോയി നോക്കൂ. മക്ക ഒരു തിരക്കേറിയ വ്യാപാര പട്ടണമാണ്. പൂർണ്ണമായും പാറക്കല്ലുകളും മരുഭൂമിയും വെള്ളമില്ലാതെയും ചെടികളുമില്ലാതെ. എന്നാൽ ഒരു ചെറിയ കറുത്ത കവാടം, കൗബ, അതന്നും പവിത്രമായിരുന്നു. പക്ഷേ അതിനകത്ത് ഇന്നത്തെ പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കൗബ ഒരു വിഗ്രഹങ്ങളുടെ മ്യൂസിയം പോലെയായിരുന്നു. ഏകദേശം 360ഓളം വിഗ്രഹങ്ങൾ. പിന്നെ ആ വിഗ്രഹങ്ങളുടെ എല്ലാം നേതാവായിട്ടുള്ള ഹുബൽ. വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ഷാം മേഖലയിലേക്ക് യാത്ര പോയി. അവിടെ നിന്ന് വളരെ മനോഹരമായി നിർമ്മിച്ച ഒരു ചുവന്ന കല്ല് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അതിൽ മനുഷ്യരൂപം കുത്തി അത് മക്കയിൽ സ്ഥാപിച്ചു. അവിടെയുള്ള ജനങ്ങൾ ഇത് കണ്ടുമുട്ടി. ഇതാണ് നമ്മുടെ ഭാഗ്യത്തിൻ്റെ ദേവൻ, നമ്മുടെ രക്ഷ ഈ ദേവന്റെ കൈവശമാണ്. അങ്ങനെ ഹുബൽ കൗബയുടെ പ്രധാന ദേവനായി മാറി. ജനങ്ങൾ അവനെ ഒരു വിഗ്രഹമായിട്ടായിരുന്നില്ല കണ്ടത്, ഒരു പ്രതീക്ഷയായിട്ടായിരുന്നു. മക്കയിൽ ഒരു സംസാരമുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹുബലിനെ നോക്കൂ, യുദ്ധമുണ്ടെങ്കിൽ ഹുബൽ പറയുന്നത് കേൾക്കൂ. ഹുബലിൻ്റെ മുമ്പിൽ 7 അസ്ത്രങ്ങളുണ്ടായിരുന്നു. ഒരു യുദ്ധമാവട്ടെ, ഒരു വ്യാപാര തീരുമാനമാവട്ടെ, അതല്ല കുടുംബ പ്രശ്നങ്ങളാവട്ടെ, അവർ എത്തുന്നത് ഹുബലിൻ്റെ അരികിലായിരുന്നു. അവിടെ പ്രധാന പുരോഹിതൻ ഈ അസ്ത്രങ്ങൾ എറിഞ്ഞാൽ ജനങ്ങൾ ശ്വാസം മടക്കി പിടിച്ചു നിൽക്കുമായിരുന്നു. അസ്ത്രങ്ങൾ മുന്നോട്ട് പോകാൻ പറയുകയാണെങ്കിൽ അവർ യുദ്ധത്തിന് തയ്യാറാകും. അസ്ത്രങ്ങൾ നോ എന്നാണ് പറയുന്നത് എങ്കിൽ അവർ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറും. ഹുബൽ ആ കാലത്ത് മക്കയിലെ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ പോലെയായിരുന്നു. ജനങ്ങൾ ചിന്തിച്ചു, ഹുബൽ പറയുന്നത് ഒരിക്കലും തെറ്റാറില്ല. യുദ്ധത്തിന് മുമ്പുള്ള രാത്രി സൈനികർ വിറച്ചു നിൽക്കും. അവരുടെ ചോദ്യം ഒന്നു മാത്രമാണ്, നാളെ നമ്മൾക്ക് വിജയമുണ്ടാകുമോ? ഹുബലിൻ്റെ പുരോഹിതന്മാർ അസ്ത്രങ്ങൾ എറിയാൻ ആരംഭിക്കും. ജയമെന്ന് വന്നാൽ വീട്ടിൽ ഒരുമിച്ച് ആഘോഷങ്ങൾ യുദ്ധത്തിന് മുമ്പ് തന്നെ ആരംഭിക്കും. അല്ല എങ്കിൽ മരുഭൂമിയുടെ ഇരുട്ടിൽ പൊട്ടിക്കരയുന്ന ഒരു ദിവസമായി മാറും അത്. ഹുബൽ ജനങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചിരുന്ന ഒരു ദൈവമായിരുന്നു. ഹുബൽ ഒരു സാധാരണ വിഗ്രഹമല്ല. മക്കയിലെ ഖുറൈശ് ഗോത്രങ്ങൾ അവനെ അവരുടെ കുടുംബദേവനായി കണ്ടിരുന്നു. എല്ലാ ഗോത്രങ്ങൾക്കും അവരുടേതായ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഹുബൽ മക്കയുടെ സംസ്ഥാന ദൈവമായി മാറി. ഒരു രാജാവിൻ്റെ കസേരയിൽ ഇരിക്കാത്തത് മാത്രം. പക്ഷേ ജനങ്ങൾ അവനെ ശക്തിയുടെ രാജാവെന്നാണ് കണ്ടിരുന്നത്. ഇവിടെ ടിസ്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അതേ കാലത്ത് വെള്ളം, മിന്നൽ, ചുഴലിക്കാറ്റ്, ജനന മരണങ്ങൾ ഇവയെല്ലാം ഒരു ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലെന്ന് അവർക്ക് തീർച്ചയായും വിശ്വാസമുണ്ടായിരുന്നു. അവൻ്റെ പേര് അള്ളാഹു എന്നുമായിരുന്നു. അതെ, ഇസ്ലാം വരുന്നതിന് മുമ്പ് അള്ളാഹുവിനെ അവർ സൃഷ്ടാവായി തന്നെ കരുതിയിരുന്നു. പക്ഷേ അവർ പറഞ്ഞു, അള്ളാഹു മഹാനാണ്, പക്ഷേ അവൻ നമ്മൾക്ക് ദൃശ്യമായി കാണാനാവില്ല. അതുകൊണ്ട് ഹുബൽ നമ്മുടെ മധ്യസ്ഥനായിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് അവതരിപ്പിക്കുമെന്നാണ്. അവരുടെ തെറ്റായ ആശയം ഇതുതന്നെയായിരുന്നു. ഹുബലിനെ പിടിച്ചാൽ അള്ളാഹു നമ്മോട് സന്തോഷിക്കും. പക്ഷേ മക്കയിലെ ഒരു യുവാവ്, നിശബ്ദവും ചിന്താശീലനുമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെ അലട്ടിയത് മക്കയിലെ പ്രശ്നങ്ങൾ. ജനങ്ങൾ ഒരു കല്ലിനോട് തങ്ങളുടെ ജീവൻ ഏൽപ്പിക്കുന്നു എന്നതായിരുന്നു. അദ്ദേഹം വിചാരിച്ചു, സൃഷ്ടാവ് ഒരുവനായിരിക്കെ പക്ഷേ അവൻ്റെ 360 മധ്യസ്ഥരെക്കുറിച്ച് അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. അദ്ദേഹം കൗബയിൽ ഹുബലിൻ്റെ രൂപം കാണുമ്പോഴെല്ലാം അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞു, ഇവരെ രക്ഷിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. എന്നാൽ ബദർ, ഉഹദ് യുദ്ധത്തിൻ്റെ തോൽവിയോടുകൂടി ഹുബലിൻ്റെ ശബ്ദം നിലയ്ക്കുന്നതായാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ബദർ, ഉഹദ് യുദ്ധത്തിൽ ഖുറൈശികൾ ജയിക്കുമെന്ന് അവർ കരുതി. ഹുബലിൻ്റെ എല്ലാ സൂചനകളും വിജയിക്കുമെന്ന് തന്നെയായിരുന്നു. എന്നാൽ അവർ പരാജയപ്പെട്ടപ്പോൾ
അവർക്ക് ആദ്യമായി ഹുബലിൻ്റെ ശക്തിയിൽ സംശയം തോന്നി തുടങ്ങി. അവർ ചിന്തിച്ചു തുടങ്ങി, ഹുബൽ നമ്മളെ കേൾക്കുന്നുണ്ടോ? ഹിജ്റയുടെ 8-ാം വർഷം മക്കയുടെ കവാടം തുറന്നപ്പോൾ മുഹമ്മദ് കൗബയിൽ കടന്നു. 360 വിഗ്രഹങ്ങൾ. അവയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ഹുബലിനായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ വടികൊണ്ട് ആ വിഗ്രഹങ്ങളുടെ നേതാവിനെ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, സത്യം വരുന്നു, സത്യമല്ലാത്തതെല്ലാം ഇവിടെ അവസാനിക്കുന്നു. ഹുബൽ വീണു, കല്ല് പൊട്ടിപ്പോയി. മക്കയിലെ ഏറ്റവും ശക്തനായിരുന്ന വസ്തു ഒറ്റ നിമിഷം കൊണ്ട് മണ്ണായി മാറി. ജനങ്ങളെല്ലാം നിശബ്ദരായി നിന്നു. അവരിൽ പലർക്കും മനസ്സിലായി, നാം ഇത്രയും വർഷം ഒരു കല്ലിനോടാണ് സംസാരിച്ചിരുന്നത്. ഹുബലിൻ്റെ വിഗ്രഹം തകർന്ന ദിവസം അറേബ്യയുടെ ചരിത്രം തന്നെ മാറി. ജനങ്ങൾ ആദ്യമായി തിരിച്ചറിഞ്ഞു, ശക്തി കല്ലിലല്ല, പ്രവചനങ്ങളുടെ അസ്ത്രങ്ങളിലുമല്ല, മധ്യസ്ഥരുടെ ഒന്നും ആവശ്യവുമില്ല. ദൈവം ഒരുവനാണ്. ഹുബലിന് അവസാനം അവൻ്റെ സ്വന്തം വിധി അറിയാൻ ഒരസ്ത്രം പോലും ബാക്കിയുണ്ടായിരുന്നില്ല. മക്കയുടെ പർവ്വതങ്ങളിൽ സൂര്യോദയം വീണ്ടും ഉയർന്നു. ഹുബൽ എന്ന പേര് ഈ പ്രഭാതത്തിൽ ചരിത്രമാവുന്നു. അള്ളാഹുവിൻ്റെ ഏകദൈവമതം അവിടെ ഉയർന്നു വന്നു. മനുഷ്യരുടെ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് കാണിക്കുന്നു. ദൈവത്തിൻ്റെ പേര് മധ്യസ്ഥരെ സൃഷ്ടിക്കലാണ്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് കാണിക്കുന്നു. ദൈവത്തിൻ്റെ പേരിൽ മധ്യസ്ഥരെ ഉണ്ടാക്കുകയാണ് ഒന്ന്. ശക്തിയില്ലാത്തവരെ ശക്തമാണെന്ന് കാണിക്കൽ, കല്ലിനോട് ആശ്രയിച്ച് ഒരു ജീവിതം തന്നെ വ്യർത്ഥമാക്കി കളയുന്നതും, യഥാർത്ഥ ദൈവം മാത്രമാണ് സൃഷ്ടാവ് എന്ന് അറിയാതെ പോകുന്നതുമെല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് തുടർന്നുള്ള ചർച്ചകൾ കമൻറ്റ് ബോക്സിലൂടെ വീണ്ടും തുടരാം. നിങ്ങളുടെ കമൻറ്റുകൾ കാരണമായി ചിലപ്പോൾ ഒരു പക്ഷേ അത് പുതിയൊരു വീഡിയോയ്ക്ക് കാരണമായി മാറും. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.